ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് വഅൻഇം അലാ അബ്ദിക വനബിയിക വറസൂലിക മുഹമ്മദിൻ വഅലാ ആലിഹി വസഹാബതിഹി വബഅദ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമസ്കാരത്തിൽ ഇരുത്തം, തശഹുദിൽ ഇരുത്തം, അതിൻ്റെ രീതിയാണ് പറഞ്ഞത്. അതിൻ്റെ കൈഫിയത്ത് എങ്ങനെയാണ് തശഹുദിൽ ഇരിക്കേണ്ടത്, കൈവെക്കേണ്ടത്, വിരൽ ചൂണ്ടേണ്ടത്, ഇതൊക്കെയാണ് വിശദീകരിച്ച് പറഞ്ഞത്. ഇനി തശഹുദിൽ ചൊല്ലേണ്ട ദിക്റുകൾ, ദുആവുകൾ, ആ വിഷയങ്ങളാണ് വരുന്നത്. ഇന്ന് തശഹുദും സലാത്തും, അടുത്ത ക്ലാസ്സിലാണ് ദുആവുകൾ. ഒന്നാമത്തെ ഹദീസ് ഇമാം അൽ ഹാഫിൽ ഇബ്നു ഹജർ റഹിമഹുല്ലാ പറയാണ്, അൻ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖാൽ ഇൽതഫത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാൽ ഇദാ സ്വല്ല അഹദുകും ഫല്യഖുൽ അത്തഹിയ്യാതു ലില്ലാഹ് വസ്സലവാതു വത്വയ്യിബാത്ത് അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. മുത്തഫഖുൻ അലൈഹി വല്ലഫ്ദു ലിൽ ബുഖാരി. ഇത് കഴിഞ്ഞിട്ടാണ് ثم ليتخير من الدعاء أعجبه إليه فيدعو. ثم ليتخير من الدعاء أعجبه إليه فيدعو. متفق عليه واللفظ للبخاري. وللنسائي كنا نقول قبل أن يفرض علينا التشهد أن يفرض ولا أن يفرض يفرض دلوقتي يفرض. طيب ما في مشكلة. يفرض علينا التشهد. ولأحمد أن النبي صلى الله عليه وسلم علمه التشهد وأمره أن يعلمه الناس. ولمسلم أن عبد الله بن مسعود أنا لا مسلم ده ولمسلم أن ابن عباس رضي الله عنهما قال كان رسول الله صلى الله عليه وسلم يعلمنا التشهد. അതിൽ അത്തഹിയ്യാത്തു അൽ മുബാറകാത്തു വസ്സലവാത്ത് തയ്യിബാത്ത് പിന്നെ ഇലാ ആഖിരിഹി. തയ്യിബ് ഇൻഷാ അല്ലാഹ് അതുവരെ. ഇത് തശഹുദ് പഠിപ്പിക്കുന്ന ഹദീസാണ്. തശഹുദ് 24 സഹാബികളിൽ നിന്ന് വ്യത്യസ്ത ലഫ്ദുകളിൽ തശഹുദ് വന്നിട്ടുണ്ട്. 24 സഹാബികളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് തശഹുദ്. അത് വ്യത്യസ്ത രീതികളിലാണ്, പദപ്രയോഗങ്ങളിലാണ് വന്നിട്ടുള്ളത്. ഇമാം ബുഖാരി മുസ്ലിമും ഇബ്നു മസ്ഊദിൽ നിന്ന് ഉദ്ധരിച്ച തശഹുദിൻ്റെ ഒരു ലഫ്ദാണ് ഇവിടെ ഉള്ളത്. തശഹുദിൽ ഏറ്റവും സഹീഹ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതും അതേപോലെ തന്നെ നമ്മൾ പ്രാവർത്തികമാക്കണം എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതുമായ ലഫ്ദ് ഈ ഇബ്നു മസ്ഊദിൻ്റെ ലഫ്ദാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു എന്നുള്ള ലഫ്ദാണ്. അതിൽ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയണം, അൻ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നിവേദനം. ഇബ്നു അബ്ദ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിൽ നിവേദനം. ഖാൽ അദ്ദേഹം പറഞ്ഞു, ഇൽതഫത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിഞ്ഞു നോക്കി. ഫഖാൽ എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദാ സ്വല്ല അഹദുക്കും നിങ്ങളിൽ ഒരാൾ നമസ്കരിച്ചാൽ ഫല്യഖുൽ അവൻ പറയട്ടെ. ഇൽതഫത ഇലൈനാന്നുണ്ടോ? നിങ്ങളിലുണ്ടോ? ഇൽതഫത ഇലൈന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കി. ഫഖാൽ എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദാ സ്വല്ല അഹദുക്കും നിങ്ങളിൽ ഒരാൾ നമസ്കരിച്ചാൽ ഫല്യഖുൽ അവൻ പറയട്ടെ. എന്താണ് പറയേണ്ടത്? അതാണ് തശഹുദ്. അത്തഹിയ്യാത്തു ലില്ലാഹ് വസ്സലവാത്ത് വത്തയ്യിബാത്ത് അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു
വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലു. അതാണ് തശഹുദിനെ പഠിപ്പിച്ച്. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു സുമ്മ, എന്നിട്ട് ലിയതഖയ്യർ, നമസ്കരിക്കുന്നവൻ തിരഞ്ഞെടുക്കട്ടെ, മിന ദുആകളിൽ നിന്ന് അഅജബഹു, അവന് ഇഷ്ടപ്പെട്ടത്, അവന് ആശ്ചര്യകരമായത് ഇഷ്ടപ്പെട്ടത് തിരഞ്ഞെടുക്കട്ടെ. അഅജബഹു ഇലൈഹി, അവനിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് തിരഞ്ഞെടുക്കട്ടെ. ഫയദു, എന്നിട്ട് ദുആ ഇരക്കുകയും ചെയ്യട്ടെ. തശഹുദ് ചൊല്ലിയിട്ട് ദുആയിൽ നിന്ന് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുത്തിട്ട് ദുആ ഇരക്കട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയണം. ഇതാണ് മുത്തഫഖുൻ അലൈഹി, ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. ഈ ലഫ്ള് ബുഖാരിയുടേതാണ്. തശഹുദിൻ്റെ വിഷയത്തിൽ ഏറ്റവും സഹീഹായ ലഫ്ളാണ് ഇത്. ഇബ്നു മസ്ഊദിൽ നിന്ന് ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നത് ഇത്. പല പദപ്രയോഗങ്ങളിലാണ് തശഹുദ് വന്നിട്ടുള്ളത് നമ്മൾ പറഞ്ഞതുപോലെ. പക്ഷേ നിത്യമാക്കാൻ ഒരാൾ ശ്രദ്ധിക്കേണ്ടത് ഈ ദുആ ആണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. നിത്യമാക്കാൻ ശ്രദ്ധിക്കേണ്ടത് ഈ ബുഖാരിയുടെ ലഫ്ളിൽ വന്ന ഈ ദുആ ആണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതിൽ പിന്നെന്താ, അത്തഹിയ്യാത്തു ലില്ലാഹ്, അള്ളാഹുവിൻ്റെ മാത്രമാകുന്നു അല്ലെങ്കിൽ അള്ളാഹുവിനാകുന്നു അഭിവാദ്യങ്ങൾ. വസ്സലവാത്ത്, വത്തയ്യിബാത്ത്, അനുഗ്രഹങ്ങൾ, അതേപോലെ തന്നെ നന്മകൾ ഒക്കെ അള്ളാഹുവിനാകുന്നു. സലവാത്ത് വത്തയ്യിബാത്ത്. അസ്സലാമു അലൈക അയ്യുഹൻ നബി വറഹ്മത്തുള്ളാഹി വബറകാത്തു, അള്ളാഹുവിൽ നിന്നുള്ള സ്വലാത്തും അതേപോലെ തന്നെ അള്ളാഹുവിൽ നിന്നുള്ള റഹ്മത്തും അതേപോലെ ബറക്കാത്ത് അനുഗ്രഹങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ ഉണ്ടാകട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രത്യേകമാക്കിയിട്ട് പ്രാർത്ഥിക്കുകയാണ്. അതേപോലെ വസ്സലാമു അലൈന വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ, നമ്മുടെ മേലും അള്ളാഹുവിൻ്റെ സാലിഹീങ്ങളായ എല്ലാ ദാസന്മാരുടെ മേലും അള്ളാഹുവിൽ നിന്ന് സലാം, സമാധാനം വർഷിക്കുമാറാവട്ടെ, ഉണ്ടാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ സലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആകാശത്തിലും ഭൂമിയിലും ഏതൊക്കെ സാലിഹായ ദാസനുണ്ട് അവർക്കൊക്കെ നിങ്ങളുടെ സലാം എത്തി എന്നാണ്. മനസ്സിലായി? പണ്ഡിതന്മാർ പറയാറുണ്ട്, നമ്മൾ സാലിഹീങ്ങളായി ജീവിച്ചിട്ടുണ്ടെങ്കിൽ ഓരോ നമസ്കരിക്കുന്നവൻ്റെയും സലാമിന് വേണ്ടിയിട്ടുള്ള ദുആ നമുക്ക് കിട്ടും. ആകാശത്തിലും ഭൂമിയിലും ആരൊക്കെ സാലിഹായിട്ടുണ്ട് അവർക്കൊക്കെ എന്ത് ചെയ്യും, ഈ ദുആ കിട്ടും. അതുകൊണ്ട് നിങ്ങൾ അസ്സലാമു അലൈന വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ എന്ന് പറയണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചിട്ടുണ്ട്. പിന്നെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ്, സാക്ഷ്യവചനാണ്. വ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു, ഏകനായ അള്ളാഹു മാത്രമാകുന്നു, ഏകനും യാതൊരു പങ്കുകാരനും ഇല്ലാത്തവനുമായ അള്ളാഹു മാത്രമാകുന്നു ആരാധനക്കർഹൻ എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. വ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിൻ്റെ അബ്ദാണ്, വ റസൂൽ അള്ളാഹിൻ്റെ റസൂലുമാണ് എന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. ഈ രണ്ട് സാക്ഷ്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് തശഹൂദ് എന്ന് അതിന് പറഞ്ഞത്. പിന്നെ ഇവിടെ അല്ല തശഹൂദ് എന്ന് പറഞ്ഞേ, തശഹൂദ് ഫർളാക്കപ്പെടുന്നതിന് മുമ്പ് ഞങ്ങൾ പറയുമായിരുന്നു എന്നാണ്. അപ്പോൾ തശഹൂദ് എന്ന് പറഞ്ഞാൽ എന്താ, എന്തുകൊണ്ടാണ് ഈ അത്തഹിയാത്തിന് തശഹൂദ് എന്ന് പറയുന്നത്? ജിൽസത്തു തശഹൂദ്, തശഹൂദിൻ്റെ ഇരുത്തം എന്ന് പറയും, അത്തഹിയാത്തിന് വേണ്ടിയിട്ടുള്ള ഇരുത്തത്തിന്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യുഅല്ലിമുന തശഹൂദ്, ഞങ്ങളെ തശഹൂദ് പഠിപ്പിച്ചു എന്നാണ്. എന്താ ഈ തശഹൂദ്? തശഹൂദ് എന്ന് പറഞ്ഞാൽ രണ്ട് ഷഹാദത്തുകൾ അടങ്ങിയതാണ് എന്ത്, ഈ അത്തഹിയാത്ത്. അതുകൊണ്ടാണ് അതിന് തശഹൂദ് എന്ന് പേരിട്ടത്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു, അള്ളാഹുവിൻ്റെ റസൂൽ അള്ളാഹുവിൻ്റെ ദാസനാണ്. അതുകൊണ്ട് തന്നെ റസൂലുള്ള ആരാധിക്കപ്പെടാൻ പാടുള്ളതല്ല. അള്ളാഹുവിൻ്റെ റസൂൽ അള്ളാഹുവിൻ്റെ റസൂലാണ്. അതുകൊണ്ട് തന്നെ അനുധാവനം ചെയ്യൽ നിർബന്ധമാണ്. റസൂലുള്ളാഹിനെ അനുധാവനം ചെയ്യുന്ന കാരണം റസൂലാണ്. റസൂലുള്ള ആരാധിക്കപ്പെടാൻ പാടില്ല, കാരണം റസൂലുള്ള അബ്ദാണ്. അബ്ദുഹു വ റസൂലു. അതാണ് അതിൻ്റെ അർത്ഥം, ആശയം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു സുമ്മ ലിയതഖയ്യർ, പിന്നീട് നമസ്കരിക്കുന്നവൻ അവൻ തിരഞ്ഞെടുക്കട്ടെ, മിന ദുആയിൽ നിന്ന് അഅജബഹു ഇലൈഹി, തന്നിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, ഫയദു, എന്നിട്ട് അവൻ ദുആ ഇരക്കുകയും ചെയ്യട്ടെ. അതാണ് ബുഖാരിയുടെയും മുസ്ലിമിൻ്റെയും റിപ്പോർട്ടിൽ വന്നിട്ടുള്ളതായ തശഹുദിൻ്റെ രൂപം. വലിൻ നസായി, ഇമാം നസായിയുടെ റിവായത്തിലുണ്ട്, കുന്നാ നഖൂലു ഖബ്ല അൻ യുഫ്റദ അലൈന തശഹുദ്, തശഹുദ് ഞങ്ങളുടെ മേൽ ഫർളാക്കപ്പെടുന്നതിന് മുമ്പ് ഞങ്ങൾ പറയുമായിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് ഞങ്ങളെ പഠിപ്പിച്ചു, ഈ തശഹുദ് പഠിപ്പിച്ചു എന്നുള്ളത് വന്നിട്ടുള്ളത്. വലി അഹ്മദ, അഹ്മദിൻ്റെ റിവായത്തിലുണ്ട്, അന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലമഹു തശഹുദ്, തശഹുദ് അദ്ദേഹത്തെ പഠിപ്പിച്ചു എന്നാണ് ഈ ലഫ്ദ് ഇങ്ങനെ വന്നിട്ടുള്ളത്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തശഹുദ് പഠിപ്പിച്ചു.
മാത്രമല്ല അമറഹു അദ്ദേഹത്തോട് റസൂലുള്ള കൽപ്പിക്കുകയും ചെയ്തു അയ്യോ അല്ലി മഹുന്നാസ് ജനങ്ങളെ പഠിപ്പിക്കാൻ, തശഹുദ് പഠിപ്പിക്കാൻ കൽപ്പിക്കുകയും ചെയ്തു. അപ്പോൾ തശഹുദ് ചൊല്ലാനും തശഹുദ് ജനങ്ങളെ പഠിപ്പിക്കുവാനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചു എന്നാണ് ഇമാം അഹ്മദിൻ്റെ റിവായത്തുള്ളത്. അതാണ് ആ തശഹുദാണ് ഇവിടെ നമ്മൾ ആദ്യം കേട്ടത്. ഇനി വലി മുസ്ലിമിൻ അൻ ഇബ്നു അബ്ബാസ്, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയിൽ നിന്ന് ഇമാം മുസ്ലിമിൻ്റെ റിവായത്തിലുണ്ട്, നമ്മളിവിടെ എഴുതിയിട്ടില്ല. അതെന്താ? കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം യുഅല്ലിമുന, ഇബ്നു മസ്ഊദ് പറയാണ്, അല്ല ഇബ്നു അബ്ബാസ് പറയാണ്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ യുഅല്ലിമുന ഞങ്ങളെ പഠിപ്പിക്കുമായിരുന്നു. എന്ത്? തശഹുദ് ഞങ്ങളെ പഠിപ്പിക്കുമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ തശഹുദ് ഞങ്ങളെ പഠിപ്പിക്കുമായിരുന്നു. ആ തശഹുദിൻ്റെ ലഫ്ദ് ബുഖാരിയുടെ ഈ ലഫ്ദ് ഉണ്ടല്ലോ അതിന് വ്യത്യസ്തമാണ്. അതിലെന്താ ഉള്ളത്? അത്തഹിയ്യാത്തു ലില്ലാഹ്, അത്തഹിയ്യാത്തുൽ മുബാറകാത്ത് വസ്സലവാത്തു ത്വയ്യിബാത്ത് അസ്സലാമു അലൈക, അതാണ് അതിൻ്റെ തുടക്കം. അത്തഹിയ്യാത്തു അൽ മുബാറകാത്ത് വസ്സലവാത്ത്, ഒന്നും ഭാവില്ലാതെ, അത്തഹിയ്യാത്തു അൽ മുബാറകാത്തു അസ്സലവാത്തു അത്വയ്യിബാത്ത് ലില്ലാഹ്, ലില്ലാഹ്. പിന്നെ ഇതിൽ വന്നതുപോലെ തന്നെ അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാത്തു അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. അപ്പോൾ ഇമാം മുസ്ലിം മുഷ്കിൽ ഇമാം മുസ്ലിമിൽ ഉണ്ടല്ലോ ഇബ്നു അബ്ബാസിൽ നിന്ന് ഇമാം മുസ്ലിമിൻ്റെ റിവായത്തിലാണ് ആ രീതി വന്നിട്ടുള്ളത്. തശഹുദിന് ഈ പറയപ്പെട്ട രണ്ട് രീതി അല്ലാത്ത രീതികളും ഉണ്ട്. വേറെയും തശഹുദ് വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞ 24 സഹാബികളിൽ നിന്ന് വ്യത്യസ്ത പ്രയോഗങ്ങളിലൂടെയാണ് തശഹുദ് വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത്, ഇമാം മുസ്ലിം അടക്കം ഇമാം തുർമുദി ഇവരൊക്കെ പറഞ്ഞ് ഏറ്റവും നല്ല തശഹുദിൻ്റെ വചനം അത് ഇബ്നു മസ്ഊദിനെ പഠിപ്പിച്ച ഇബ്നു മസ്ഊദിൽ നിന്ന് ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ആദ്യത്തെ ലഫ്ളാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പറഞ്ഞു 24 സഹാബികളിൽ നിന്ന് തശഹുദ് വന്നിട്ടുണ്ട്. അതിൽ ഏത് ലഫ്ദ് കൊണ്ട് ചൊല്ലിയാലും തശഹുദായി നിർബന്ധ ബാധ്യത വീടി. അതേസമയം പിന്നെ ഏറ്റവും നല്ലത് എന്താണ്? ഇബ്നു മസ്ഊദിനെ പഠിപ്പിച്ച ഇബ്നു മസ്ഊദിനോട് പഠിപ്പിക്കാൻ ആവശ്യപ്പെട്ടതായ ഈ ലഫ്ളാണ്, ബുഖാരിയുടെ ലഫ്ളാണ്. തശഹുദ് നിർബന്ധമാണ്, നിസ്കാരത്തിൽ നിർബന്ധമാണ്. ചില പണ്ഡിതന്മാരാണത് നിർബന്ധമല്ല എന്ന് അഭിപ്രായപ്പെട്ടത്. പക്ഷേ നിർബന്ധം എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുടെ പക്ഷമാണ് ശരി. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളത് പഠിപ്പിക്കാൻ കൽപ്പിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ നിർവഹിച്ചു. എന്നിട്ട് സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി എന്ന് പറഞ്ഞു. അതാണ് ഒന്നാമത്തെ ഹദീസ്. ഇനി രണ്ടാമത്തേത്, വഅൻ ഫുദാല ഇബ്നു ഉബൈദിൻ റളിയല്ലാഹു തആല അൻഹു. ഫദാല നിങ്ങളതില ഫദാല എന്താണ് പേര്? ഫദാലയാണ് എൻ്റെ ഇതിലുള്ളത് ഫുദാലയാണ്. അൻ ഫദാല ഇബ്നു ഉബൈദിൻ റളിയല്ലാഹു അൻഹു സമിഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം റജുലൻ യദ്ഉ ഫി സ്വലാത്തിഹി വലം യഹ്മദില്ലാഹ് വലം യുസല്ലി അല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാൽ അജില ഹാദാ ثم دعاه فقال إذا صلى أحدكم فليبدأ بتحميد ربه والثناء عليه ثم يصلي على النبي صلى الله عليه وسلم ثم يدعو بما شاء أخرجه الثلاثة وأحمد أخرجه رواه أحمد والثلاثة وصححه الترمذي وابن حبان والحاكم طيب ഈ ഇത് റസൂലുള്ളാഹിൻ്റെ പേരിൽ സലാത്തും അതേപോലെ തന്നെ ഹംദും അള്ളാഹിൻ്റെ പേരിൽ ഹംദും ചൊല്ലിയിട്ടായിരിക്കണം ദുആ എന്നുള്ളത് ഹദീസാണ്. طيب عن فضالة ابن عبيد ابن نافذ അദ്ദേഹത്തിൻ്റെ പേര് അതാണ്, ഫദാല ഇബ്നു ഉബൈദ് ഇബ്നു നാഫിദ്. അദ്ദേഹം അൻസാരിയാണ്. അബു മുഹമ്മദ് അൽ ഔസ് ഗോത്രക്കാരനാണ്. ഫദാല ഇബ്നു ഉബൈദ് ഇബ്നു നാഫിദ് ഇബ്നു ഖൈസ്. അദ്ദേഹം അൻസാരിയാണ്, സഹാബിയാണ്, അൻസാരിയാണ്.
ഈ ഫദാല ഇബ്നു ഉബൈദ് ഹിജ്റയുടെ 58-ലാണ് മരിക്കുന്നത്. ഹിജ്റയുടെ 58-ൽ മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ വലങ്കൈയായി അറിയപ്പെട്ട സഹാബിയാണ് ഈ ഫദാല ഇബ്നു ഉബൈദ്. ഇദ്ദേഹം പിന്നെ ആദ്യമായിട്ട് പങ്കെടുത്തത് ഉഹദിലാണ്. പിന്നെ ഖന്തക്ക്, ബൈഅത്ത് റിദ്വാൻ ഇതിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട് ഇദ്ദേഹം. ഫദാല ഇബ്നു ഉബൈദ് ഇബ്നു നാഫിദ് ഹിജ്റയുടെ 58-ലാണ് അദ്ദേഹം മരിക്കുന്നത്. അപ്പോൾ കുറേ കാലം ജീവിച്ചിട്ടുണ്ട്. അദ്ദേഹം മുആവിയ റളിയല്ലാഹുവിൻ്റെ വലങ്കൈ നടന്നിട്ടുണ്ടെങ്കിൽ മുആവിയ റളിയല്ലാഹു തആലാനെ എവിടേക്കെങ്കിലും പോവുകയാണെങ്കിൽ ഇദ്ദേഹത്തെയാണ് ആ സ്ഥാനത്ത് അവരോധിക്കുക. ഈ ഫദാല ഇബ്നു ഉബൈദ് മരിച്ചപ്പോൾ മുആവിയ റളിയല്ലാഹു മകനോട് പറയുന്നുണ്ട്, നീ അദ്ദേഹത്തിൻ്റെ ജനാസ വഹിക്കാൻ പറയുന്നുണ്ട്. കാരണം ഇതുപോലത്തെ ഒരു മഹാൻ്റെ ജനാസ നിനക്ക് വഹിക്കാൻ ജീവിതത്തിൽ അവസരം ഉണ്ടാവില്ല എന്ന് മുആവിയ മകനോട് പറയുന്നുണ്ട് ഈ ഫദാലിനെ കുറിച്ച്. ഫദാല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ കാണാം, ദഹബിയൊക്കെ രേഖപ്പെടുത്തി ചരിത്രത്തിൽ കാണാം, അദ്ദേഹം നല്ല ഖാദിയായിരുന്നു, ജഡ്ജിയായിരുന്നു. അദ്ദേഹം സൈനിക മുന്നേറ്റങ്ങൾ നടത്തിയിട്ടുണ്ട്. സൈനിക മുന്നേറ്റം നടത്തിയ അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിലും അതേപോലെ തന്നെ ജഡ്ജി ആയിരിക്കെ അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ ഓരോ സംഭവങ്ങളുണ്ട്, ശ്രദ്ധേയമായ സംഭവം. അതിലൊന്നാണെന്ത്, ഒരാൾ അയാൾക്ക് 100 ദീനാർ കളഞ്ഞിട്ടി, 100 ദീനാർ കളഞ്ഞിട്ടി ഒരു വ്യക്തിക്ക്. അപ്പോൾ ആ കളഞ്ഞു കിട്ടിയ 100 ദീനാർ അത് അയാൾക്ക് നഷ്ടപ്പെട്ടതാണ്. അപ്പോൾ ഈ 100 ദീനാറിൻ്റെ ഉടമ ഉണ്ടല്ലോ, എൻ്റെ 100 ദീനാർ പോയിട്ടുണ്ട്, അത് കൊണ്ടുവരുന്ന ആൾക്ക് 20 ദീനാർ ഞാൻ നൽകുമെന്ന് പറഞ്ഞു, 20 ദീനാർ തരുമെന്ന് പറഞ്ഞു. അങ്ങനെ അത് ഒരു വ്യക്തിക്ക് കിട്ടിയ 100 ദീനാർ. അങ്ങനെ അയാളത് കൊണ്ടുവന്നപ്പോൾ ഇയാൾ ഈ മുതലിൻ്റെ ഉടമ ഉണ്ടല്ലോ, അയാൾ തുറന്നു നോക്കിയിട്ട് പറഞ്ഞു 120 ദീനാറുണ്ടായിരുന്നു, 100 ദീനാറേ ഉള്ളൂ, 120 ദീനാറുണ്ടായിരുന്നു, ഇത് 100 ദീനാറേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്ത് അയാൾ ഇയാൾക്ക് വാഗ്ദാനം ചെയ്ത 20 ദീനാർ കൊടുക്കണില്ല. അയാൾ ചോദിച്ചു, നിങ്ങൾ പറഞ്ഞല്ലേ 100 പൈസ കൊണ്ടുവന്നാൽ 20 ദീനാർ തരും, അപ്പോൾ തരുമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞത് തരൂല, കാരണം ഇതിൽ 120 ദീനാറുണ്ടായിരുന്നു, ഇപ്പോൾ 100 ഉള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഈ ഫദാല ഇബ്നു ഉബൈദിൻ, അദ്ദേഹമാണല്ലോ ജഡ്ജി, അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോയി. അങ്ങനെ അയാളോട് ചോദിച്ച്, അപ്പോൾ അദ്ദേഹം ചോദിച്ച് ഈ മുതലിൻ്റെ ഉടമയോട് ചോദിച്ച്, നിങ്ങളുടെ 120 ദീനാറാണെന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ആ 120 ദീനാറുണ്ടായിരുന്നു പറഞ്ഞു. കൊണ്ടുവന്നവനോട് ചോദിച്ചു, ഇത് കിട്ടിയിട്ട് കൊണ്ടുവന്നാണല്ലോ, അയാളോട് ചോദിച്ചു, നിങ്ങൾക്ക് കിട്ടിയത് 100 ദീനാറാണെന്ന് ചോദിച്ചു. അയാൾ പറഞ്ഞു, എനിക്ക് കിട്ടിയത് 100 ദീനാറാണെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഇയാൾക്ക് നിന്ന് വാങ്ങിയിട്ട് ആൾക്ക് കൊടുത്ത്, ഇത് നിങ്ങളതല്ല, ഇത് വേറെ ആളതാണ്. അയാളോട് പോകാൻ പറഞ്ഞ്, ഇത് നിങ്ങൾ പിടിച്ചോളി, ഇനി അതിൻ്റെ ഉടമ എന്നാണ് വരുന്നത് അന്ന് അത് കൊടുക്കാൻ നിങ്ങൾ ബാധ്യസ്ഥനായിരിക്കും, അതുവരെ നിങ്ങൾക്ക് ഉള്ളതാണത് എന്ന് പറഞ്ഞു. അത് ഫദാല ഇബ്നു ഉബൈദിൻ്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ ഒരു പ്രധാന സംഭവമാണ്, മനസ്സിലായില്ലേ. അതേപോലെ ഇദ്ദേഹത്തിൻ്റെ സൈനിക മുന്നേറ്റം നടത്തിയപ്പോൾ ഷാത്തിയെ വിജയിച്ചടക്കാൻ വേണ്ടിയിട്ടുള്ള സൈന്യത്തെ നിയോഗിക്കുന്നത് സൈന്യത്തിൻ്റെ ചീഫ് ഇൻ കമാൻഡർ ഫദാലയായിരുന്നു. മുആവിയ റളിയല്ലാഹു നിയോഗിച്ചിട്ട് ആ സൈന്യത്തിൻ്റെ ചീഫ് ഇൻ കമാൻഡർ ഫദാല ഇബ്നു ഉബൈദായിരുന്നു. ഇദ്ദേഹം ഭയങ്കര ശൂരനായിരുന്നു. അങ്ങനെ ഇദ്ദേഹം മുന്നേറ്റം നടത്തി, ചീഫ് ഇൻ കമാൻഡർ അല്ലേ, അദ്ദേഹം മുന്നിൽ കുതിക്കുകയാണ്, സൈന്യത്തിനൊപ്പം എത്താൻ പറ്റുന്നില്ല. അപ്പോൾ അദ്ദേഹത്തോട് പറയുന്നുണ്ട്, റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങളൊന്ന് പതുക്കെ പോയി ഞങ്ങൾക്ക് ഒപ്പെത്തണ്ടേ എന്ന് പറയുന്നുണ്ട്. ഏതായാലും ഈ ഫദാല ഇബ്നു ഉബൈദ ശത്രു പക്ഷത്ത് അവരുടെ കോട്ടക്കരികിലേക്ക് അടുത്തെത്തി, മുന്നിൽ പോയിട്ട് എത്തി. അങ്ങനെ ഇദ്ദേഹം പറയാണ്, കോട്ടയുടെ അടുത്തെത്തിയപ്പോൾ യാതൊരു കരാറുമില്ലാതെ, അതായത് കോട്ടയിൽ നിന്നൊക്കെ ഒരാൾ ഇങ്ങോട്ട് സൈന്യത്തിന് നേരെ ഇറങ്ങി വരണമെങ്കിൽ എന്ത് വേണം, അമാനൊക്കെ ഇതൊക്കെ നിർഭയത്തൊക്കെ ചോദിച്ചതിന് ശേഷമാണല്ലോ വരിക. അതൊന്നും ഇല്ലാതെ ഒരാളുണ്ട് ഓടി വന്ന്, കോട്ടയിൽ നിന്ന് ഒരാൾ ഓടി വന്ന്, ഒരു ചുവന്ന ഒരു മുടിയൊക്കെ ഉള്ള ഒരു വ്യക്തി ഓടിയിട്ട് വന്ന്. അങ്ങനെ അദ്ദേഹം ഈ ഫദാലയുടെ മുന്നിൽ നിന്നിട്ട് അയാൾ പറയാണ്, ഞാൻ ഇന്നലെ രാത്രി വയറ് നിറച്ച് പന്നിയിറച്ചിയും തിന്ന് വയറ് നിറച്ച് മദ്യപിക്കുകയും ചെയ്ത്, ശത്രു നാട്ടാണ്, പന്നിയിറച്ചിയും നിന്ന് മദ്യപിക്കുകയും ചെയ്ത്, അങ്ങനെ ഞാൻ കിടന്ന്. പക്ഷെ രാത്രി ഞാൻ കിടന്ന് സ്വപ്നം കണ്ട്, ആ സ്വപ്നത്തിൽ 2 ആളുകൾ എൻ്റെ വയറ് കീറി എൻ്റെ വയറ് ശുദ്ധിയാക്കി, 2 സ്ത്രീകൾ വന്നിട്ട് എന്നോട് പറഞ്ഞ ഇസ്ലാം സ്വീകരിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഇസ്ലാം സ്വീകരിച്ചിരിക്കുന്നു, ഞാൻ മുസ്ലിമാണ് എന്ന് ഈ ഫദാലയുടെ മുമ്പിൽ അയാൾ എന്ത് ചെയ്ത് സാക്ഷ്യം പറഞ്ഞു, ഞാൻ മുസ്ലിമാണെന്ന് പറഞ്ഞു. അങ്ങനെ ഫദാല പറയണത്, സംസാരിച്ചുകൊണ്ടിരിക്കെ ശത്രുക്കൾ പെട്ടെന്ന് കോട്ടയിൽ നിന്ന് ഞങ്ങളുടെ നേരെ തെറ്റാലി കല്ലേറ് നടത്തിയപ്പോൾ ഈ മുസ്ലിം അവിടെ വെച്ച് ഞങ്ങൾ മുസ്ലിമായ വ്യക്തി ഉണ്ടല്ലോ, അയാളുടെ പെരടിക്ക് ഒരു കല്ലേറ്റിട്ട് അയാൾ അവിടെ മരിച്ചു വീണ്. അങ്ങനെ ഫദാല പറയാണ്, അള്ളാഹു അക്ബർ, അയാൾ മരിച്ചപ്പോൾ അള്ളാഹു അക്ബർ, അമില ഖലീലൻ വനാല കസീറൻ, വളരെ കുറച്ചാണ് അദ്ദേഹം
കർമ്മങ്ങൾ ചെയ്തത്, പക്ഷേ വലിയ ഖൈറാണ് അദ്ദേഹത്തിന്, നന്മയാണ് അദ്ദേഹത്തിന് ലഭിച്ചത് എന്ന് പറഞ്ഞ് പിന്നെ ഫദാല പറയണം, അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി അദ്ദേഹത്തിന് മയ്യത്ത് നിസ്കരിച്ചിട്ട് അദ്ദേഹത്തെ ഞങ്ങളവിടെ തന്നെ മറമാടി എന്ന് പറയുന്നുണ്ട്. ഏതായാലും ഫദാല ഇബ്നു ഉബൈദ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം മഹാനായ സഹാബിയാണ്, അദ്ദേഹം അൻസാരിയാണ്. മുആവിയ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ വലങ്കൈയായിട്ട് അറിയപ്പെട്ട വ്യക്തിയായിരുന്നു ഫദാല. ചരിത്രം വളരെ ശ്രദ്ധേയമായ ചരിത്രമാണ്. ഏതായാലും അദ്ദേഹം പറയണം, സമിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ കേട്ടു, റജുലൻ ഒരു വ്യക്തിയെ യദ്ഉ ഫി സലാത്തിഹി തൻ്റെ നമസ്കാരത്തിൽ ദുആ ചെയ്യുന്നതായിട്ട്. അപ്പോൾ തൻ്റെ നിസ്കാരത്തിൽ ഒരു വ്യക്തി ദുആ ചെയ്യുന്നതായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ കേട്ടു. പക്ഷേ ആ ദുആ ചെയ്ത വ്യക്തി വലം യഹ്മദില്ല, അള്ളാഹുവിനെ സ്തുതിച്ചില്ല. വലം യുസല്ലി അലൻ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം, നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സലാത്തും ചൊല്ലിയില്ല. റസൂലുള്ളാഹിൻ്റെ പേരിൽ സലാത്ത് ചെല്ലാതെ അള്ളാഹുവിന് ഹംദ് നിർവഹിക്കാതെ ദുആ ചെയ്ത്. ഫഖാല, അപ്പം നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അജില ഹാദ, ഈ വ്യക്തി തിരക്ക് കൂട്ടി, ധൃതി കാണിച്ചു. അജില ഹാദ, ഈ വ്യക്തി ധൃതി കാണിച്ചു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. സുമ്മ ദഅാഹു, എന്നിട്ട് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ആ വ്യക്തിയെ വിളിച്ചു. ഫഖാല, എന്നിട്ട് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദാ സല്ല അഹദുക്കും, നിങ്ങളിൽ ഒരാൾ നമസ്കരിച്ചാൽ ഫല്യബ്ദ ബിതഹ്മീദി റബ്ബിഹി, അവൻ തുടങ്ങട്ടെ ബിതഹ്മീദി റബ്ബിഹി, തൻ്റെ റബ്ബിനെ സ്തുതിക്കുവാൻ, വസ്സനാ അലൈഹി, റബ്ബിനെ വാഴ്ത്തുവാനും, സനാ എന്ന് പറഞ്ഞാൽ വാഴ്ത്തുക, അള്ളാഹുവിനെ വാഴ്ത്തുവാനും തുടങ്ങട്ടെ. സുമ്മ യുസല്ലി അല നബി സല്ലല്ലാഹി അലൈഹി വസല്ലം, എന്നിട്ട് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സലാത്ത് ചെല്ലട്ടെ. സുമ്മ, അതിൽ പിന്നെ യദ്ഉ ബിമാഷ, അവൻ ദുആ ചെയ്യട്ടെ, ബിമാഷ, താൻ ഉദ്ദേശിക്കുന്നത് കൊണ്ട് ദുആ ചെയ്യട്ടെ. അപ്പം എന്താ അവിടെ ഹദീസിൽ ഫദാല പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വ്യക്തി നിസ്കാരത്തിൽ ദുആ ചെയ്യണത് കണ്ട് അയാൾ അള്ളാഹുവിനെ ഹംദ് അർപ്പിച്ചില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സലാത്ത് ചെല്ലിയില്ല. അപ്പോൾ റസൂൽ പറയുന്നത്, തിരക്ക് കൂട്ടിയാൾ, തനിക്ക് കിട്ടാനുള്ളതാണ് ചോദിക്കുന്നത്, അള്ളാഹുവെ കൊണ്ടാണെന്നാണ് പറയുന്നത്. പക്ഷേ ഹംദും സലാത്തൊന്നും ചെല്ലാതെയാണ് അദ്ദേഹം ആ ദുആ നിർവഹിച്ചത്. അപ്പോൾ റസൂൽ പറയുന്നത്, അജില ഹാദ, തിരക്ക് കൂട്ടി, അയാൾ ധൃതി കാണിച്ചു. എന്നിട്ട് അയാളെ വിളിച്ചിട്ട് പറഞ്ഞു, ഇദാ സല്ല അഹദുക്കും, നിങ്ങൾ നിസ്കരിച്ചാൽ ഫല്യബ്ദ ബി തഹ്മീദ് റബ്ബിഹി, അള്ളാഹുവിനെ ഹംദ് അർപ്പിക്കട്ടെ, വസ്സന അലൈഹി, അള്ളാഹുവിനെ പുകഴ്ത്തട്ടെ, സുമ്മ യുസല്ലി അലൻ നബി, എന്നിട്ട് റസൂലുള്ളാഹിൻ്റെ പേരിൽ സലാത്ത് ചൊല്ലിയിട്ട് സുമ്മ യദ്ഉ ബിമാഷ, ഉദ്ദേശിക്കുന്നത് ദുആ ചെയ്യട്ടെ എന്ന് പറഞ്ഞു. ഇത് ഇബ്നു ഹജർ റഹിമഹുള്ള ഈ നിസ്കാരത്തിൽ തശഹുദിൽ ദുആ ചെയ്യുന്ന ബാബിലാണ് കൊണ്ടുവന്നത്. അതിൻ്റെ അർത്ഥം എന്താ? ഇത് തശഹുദിൽ ദുആ ചെയ്യുന്നതിന് പ്രത്യേകിച്ചാണ്. ഏതൊരു ദുആയുടെയും പ്രത്യേകതയാണത്. തശഹുദിൽ മാത്രം ദുആ ചെയ്യുന്ന വിഷയമല്ല. പിന്നെയോ തശഹുദിൽ പ്രത്യേകിച്ചാണ് ഇവിടെ ഇതുകൊണ്ട് ഉദ്ദേശം, ഈ ഹദീസ് കൊണ്ടുവന്നുകൊണ്ട് ഉദ്ദേശം. ഏതൊരു ദുആയും അത് അള്ളാഹുവിങ്കൽ സ്വീകരിക്കപ്പെടാൻ അതിൻ്റെ ഒരു കാരണങ്ങളിൽപ്പെട്ടതാണ്. ആദ്യം നമ്മൾ അള്ളാഹുവിനെ വാഴ്ത്തി പുകഴ്ത്തണം. അൽഹംദുലില്ലാ, ഹംദൻ തയ്യിബൻ മുബാറക്കൻ തുടങ്ങി സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, വലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇങ്ങനെ അള്ളാഹുവിനെ പുകഴ്ത്തി, അള്ളാഹുവിനെ ഹംദർപ്പിച്ച്, അള്ളാഹുവിനെ വാഴ്ത്തി, പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സലാത്ത് ചൊല്ലിയിട്ട് പിന്നെയാണ് എന്ത് ചെയ്യേണ്ടത്? നമ്മൾ ദുആ ചെയ്യേണ്ടത്. അപ്പോഴാണ് ദുആക്ക് ജവാബ് കിട്ടാൻ കൂടുതൽ കരണീയം എന്നത് അപ്പോഴാണ്. റസൂലുള്ളാഹിൻ്റെ പേരിൽ ഒരു സലാത്ത് ചെല്ലുക, അല്ലെങ്കിൽ സലാത്ത് ചെല്ലുക എത്രയാണെന്ന് വെച്ചാൽ അത്ര, എന്നിട്ട് ദുആ ചെയ്യുക. സുമ്മയദുഉ ബിമാഷ, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തെ പഠിപ്പിച്ചു. ഇത് നിസ്കാരത്തിലായാലും അല്ലെങ്കിലും ദുആഇൻ്റെ മര്യാദയിൽപ്പെട്ടതാണത്. അലത്തൂൽ റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന അങ്ങനെയല്ല. പിന്നെയോ അള്ളാഹുവിനെ ആദ്യം കുറേ വാഴ്ത്തുക, ഹംദ് അർപ്പിക്കുക, അള്ളാഹുവിന് സനാ അർപ്പിക്കുക, എന്നിട്ട് റസൂലുള്ളാഹിൻ്റെ പേരിൽ സലാത്ത് ചെല്ലുക, എന്നിട്ടാണ് ദുആ ചെയ്യേണ്ടത്. നമ്മളുടെ ആവശ്യങ്ങൾ എന്നിട്ടാണ് അള്ളാഹുവിനോട് പറയേണ്ടത്. അപ്പോഴാണ് ദുആക്ക് ജവാബ് ലഭിക്കുവാനുള്ള സാധ്യത കൂടുക. ഈ ഹദീസ് റവാഹു അഹ്മദ് വസ്സലാസ, ഇമാം അഹ്മദും അതേപോലെ തന്നെ തുർമുദി, പിന്നെ നസായി, അബൂദാവൂദ് ഇവരും റിപ്പോർട്ട് ചെയ്തു. ഇമാം തുർമുദി, ഇമാം ഇബ്നു ഹിബ്ബാൻ, ഇമാം ഹാക്കിം എന്നിവർ അതിനെ സഹീഹ് എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തു. ഹദീസ് സഹീഹാണ്. പിന്നെ റിഷ്ദീൻ ഇബ്നു ഉബൈദ് എന്ന് പറഞ്ഞ റാവി ഹദീസിൻ്റെ റിപ്പോർട്ടിലുണ്ട്. റിഷ്ദീൻ എന്ന് പറഞ്ഞ റാവി
റുഷ്ദീൻ ഇബ്നു ഉബൈദ, റുഷ്ദീൻ ഇബ്നു സഅദ. ഏതായാലും അങ്ങനെ ഒരു റാവി ഉണ്ട് റുഷ്ദീൻ എന്ന പേരിൽ. ആ റാവി ഉള്ളത് കാരണത്താൽ തുർമുദിയുടെ ഒരു റിവായത്തിനെ ദുർബലപ്പെടുത്തിയിട്ടുണ്ട് പണ്ഡിതന്മാർ, തുർമുദിയുടെ റിവായത്തിന്. പക്ഷേ തുർമുദിയുടെ തന്നെ വേറൊരു റിവായത്തും ഇബ്നു ഹിബ്ബാൻ്റെയും ഹാക്കിമിൻ്റെയും മറ്റു റിവായത്തുകളും എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഹദീസിനെ ബലപ്പെടുത്തുമാറാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ട് ഹദീസ് അതുകൊണ്ട് തന്നെ സഹിഹാണ്. നമ്മളെപ്പോഴും ദുആ ചെയ്യുമ്പോൾ മനസ്സിലാക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണത്. മനസ്സിലായോ? സൂറത്തുൽ ഫാത്തിഹയിൽ നമ്മൾ അള്ളാഹിനോട് ദുആ ചെയ്യണമെന്ന് നോക്കി നിങ്ങൾ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനുർ റഹീം മാലികി യൗമിദ്ദീൻ അല്ലേ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുമ്പോൾ ഹമിദനി അബ്ദി എന്ന് അള്ളാഹു പറയും, എൻ്റെ ദാസൻ എന്നെ വാഴ്ത്തിയിരിക്കുന്നു. അതേപോലെ തന്നെ അർറഹ്മാനുർ റഹീം എന്ന് പറയുമ്പോൾ മജ്ജദനി അബ്ദി എന്ന് പറയും, എൻ്റെ ദാസൻ എന്നെ പുകഴ്ത്തിയിരിക്കുന്നു. അതേപോലെ തന്നെ മാലികി യൗമിദ്ദീൻ എന്ന് പറയുമ്പോൾ അസന അലൈയ അബ്ദി, എൻ്റെ ദാസൻ എന്നെ പ്രശംസിച്ചിരിക്കുന്നു എന്ന് അള്ളാഹു പറയും. സന ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് അള്ളാഹു തന്നെ നമ്മളെ പഠിപ്പിക്കുന്നത് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, പിന്നെ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം. അപ്പോൾ നമ്മൾ അള്ളാഹുവിനെ വാഴ്ത്തി പുകഴ്ത്തി പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സലാത്ത് നിർവഹിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ദുആ ചെയ്യേണ്ടത്. അത് നിസ്കാരത്തിലായാലും നിസ്കാരത്തിന് പുറത്തായാലും. ഇവിടെ നിസ്കാരത്തിൽ ദുആ ചെയ്യുന്നത് കേട്ടപ്പോൾ റസൂലുള്ള പ്രത്യേകത ഉണർത്തുകയാണ്. അതാണ് രണ്ടാമത്തെ ഹദീസ്. ഇനി അതിപ്പോൾ നോക്കി നിങ്ങൾ, ഇവിടെ ഇത് ഇങ്ങനെ ആമായിട്ട് പൊതുവിൽ പറഞ്ഞ് തശഹൂദിലും സലാത്തിലും കണ്ടോ. തശഹൂദിൽ എന്താ, അള്ളാഹുവിനെ പ്രശംസിക്കലാണ്, അള്ളാഹുവിന് പ്രശംസയാണ്. പിന്നെ സലാത്ത് നിർവഹിക്കുകയാണ്. എന്നിട്ടാണ് എന്ത് ചെയ്യണത്, തശഹൂദിൽ ദുആ ചെയ്യണത്. തശഹൂദിൽ ദുആ ചെയ്യണത്. അടുത്ത ഹദീസ് അബൂ മസ്ഊദിൽ നിന്നുള്ള ഹദീസാണ്. വഅൻ അബീ മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു, അബൂ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിവേദനം. قال بشير بن سعد قال بشير ابن سعد يا رسول الله أمرنا الله أن نصلي عليك فكيف نصلي عليك؟ فسكت ثم قال قولوا اللهم صل على محمد وعلى آل محمد كما صليت على آل إبراهيم. അങ്ങനെ അതിലെന്താ, അല ഇബ്രാഹിം വാല ആലി ഇബ്രാഹിം, അങ്ങനെയല്ലല്ലോ, അല ആലി ഇബ്രാഹിം ഉണ്ടാകുക. ഞാനാദ്യം പറയാം. ഇത് ആരുടെ റിവായത്താണ്? മുസ്ലിമിൻ്റെ റിവായത്തല്ലേ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅല ആലി മുഹമ്മദിൻ കമാ സല്ലൈത അലാ ആലി ഇബ്രാഹിം വബാരിക അലാ മുഹമ്മദിൻ വഅല ആലി മുഹമ്മദിൻ കമാ ബാറക്ത അലാ ആലി ഇബ്രാഹിം ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. അങ്ങനല്ലേ? അതാണ് ലഫ്ദ്. വേറെ ലഫ്ദ് ഇല്ല എന്നല്ല, ഇതാണ് ഇവിടുത്തെ ലഫ്ദ്. നിങ്ങളതിലങ്ങനെ ആലി എന്നായിരിക്കും. അത് ഒന്നുകൂടി പറയാം ഞാൻ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ആലി ഇബ്രാഹിം അല്ലാഹുമ്മ ബാരിക അല വബാരിക അലാ മുഹമ്മദിൻ അല്ലാഹുമ്മ വബാരിക അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ ബാറക്ത അലാ ആലി ഇബ്രാഹിം ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. അത് റവാഹു മുസ്ലിം. വസ്സലാമു കമാ അലിംതും റവാഹു മുസ്ലിം. അവിടെ നമ്മൾ വിട്ടുപോയി എഴുതാൻ. വസാദ ഇബ്നു ഖുസൈമത ഫീഹി ഫകൈഫ നുസല്ലി അലൈക ഇദാ നഹ്നു നുസല്ലി അലൈക ഫീ സ്വലാത്തിനാ ഇദാ നഹ്നു സല്ലൈന അലൈക നിങ്ങളിലോ നുസല്ലിന സല്ലൈന. طيب ما في مشكلة. طيب ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സലാത്ത് ചൊല്ലുന്നതിനെ പഠിപ്പിക്കുന്ന ഹദീസാണ്. വൻ അബി മസ്ഊദിൻ റളിയല്ലാഹു തആല അബൂ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിവേദനം. അബൂ മസ്ഊദ് അൽ ബദരിയാണ്. അബൂ മസ്ഊദ് അൽ ബദരി. എന്താ അബൂ മസ്ഊദ് അൽ ബദരി പറഞ്ഞാൽ? എന്തിനാ ബദരി പറഞ്ഞത്? ബദറിൽ പങ്കെടുത്തുകൊണ്ട്. പക്ഷേ ഇദ്ദേഹം ബദറിൽ പങ്കെടുത്തുകൊണ്ടല്ല, പിന്നെ ഇദ്ദേഹം പിൽക്കാലത്ത് ബദറിൽ താമസിച്ചത് കൊണ്ടാണ് ബദരി എന്ന് പറയുന്നത്. അബൂ മസ്ഊദിനിൽ ബദരി റളിയല്ലാഹു തആല അൻഹു. അദ്ദേഹത്തിൻ്റെ പേര് ഉഖ്ബത്ത് ഇബ്നു അംർ. ഉഖ്ബ ഇബ്നു അംർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. വിളിപ്പേരാണ് അബൂ മസ്ഊദ്. അബൂ മസ്ഊദ് എന്നുള്ള അദ്ദേഹത്തിൻ്റെ
വിളിപ്പേരാണ്. ഉഖ്ബ ഇബ്നു അംർ. ഉഖ്ബ ഇബ്നു അംർ. ഉഖ്ബ ഇബ്നു അംർ അൽ അൻസാരി, അദ്ദേഹം അൻസാരിയാണ്. ജാബിർ റളിയല്ലാഹു തആലയുടെ പ്രായക്കാരനാണ്. അതുകൊണ്ട് തന്നെ അഖബ ഉടമ്പടിയിൽ ആര് പങ്കെടുത്തിട്ടുണ്ട്? ഈ അബൂ മസ്ഊദ് പങ്കെടുത്തിട്ടുണ്ട്. ബദർ യുദ്ധത്തിൽ പങ്കെടുത്തില്ല, ബദറിൽ പങ്കെടുത്തില്ല. ഉഹദ് മുതലാണ് അദ്ദേഹത്തിൻ്റെ യുദ്ധത്തിലുള്ള സാന്നിധ്യം. ജാബിർ റളിയല്ലാഹു തആലയുടെ ഒക്കെ പ്രായക്കാരനാണ്. അഖബ ഉടമ്പടിയിൽ പങ്കെടുത്ത വ്യക്തിയാണ് അബൂ മസ്ഊദ് അൽ ബദരി. ഹിജ്റയുടെ 40 ശേഷമാണ് 40 അല്ലെങ്കിൽ 40 ശേഷമാണ് അദ്ദേഹത്തിൻ്റെ മരണം. അബൂ മസ്ഊദ് അൽ ബദരി അൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു. ഖാല, അദ്ദേഹം പറയാണ് അദ്ദേഹത്തിൽ നിവേദനം, ഖാല ബഷീർ ഇബ്നു സഅദ്. ബഷീർ ഇബ്നു സഅദ് പറഞ്ഞു. ബഷീർ ഇബ്നു സഅദ്. ബഷീർ ഇബ്നു സഅദ് ബഷീർ ഇബ്നു സഅദ് ഇബ്നു സഅലബ. അദ്ദേഹം ഈ ബഷീർ ഉണ്ടല്ലോ, നുഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹുവിൻ്റെ വാപ്പയാണ് ഈ ബഷീർ. നുഅ്മാൻ ഇബ്നു ബഷീർ, ബഷീർ ഇബ്നു സഅദ് ഇബ്നു സഅലബ. ഈ ബഷീർ ഇബ്നു സഅദ് അദ്ദേഹത്തിൻ്റെ ഭാര്യ അബ്ദുല്ലാഹി ഇബ്നു റവാഹൻ്റെ പെങ്ങളാണ്. അബ്ദുല്ലാഹി ഇബ്നു റവാഹൻ്റെ പെങ്ങള അംറ ബിൻത് റവാഹനെയാണ് ഈ ബഷീർ കല്യാണം കഴിച്ചിരുന്നത്. ബഷീർ ഇബ്നു സഅദ്. അതിലാണ് നുഅ്മാൻ ഇബ്നു ബഷീർ കുട്ടിയുണ്ടായത്. നുഅ്മാൻ ഇബ്നു ബഷീർ കുട്ടിയുണ്ടായത്. അംറ ബിൻത് റവാഹ, അബ്ദുല്ലാഹി ഇബ്നു റവാഹൻ്റെ പെങ്ങൾ. അബൂ മസ്ഊദ് അൽ ബദരി പറയാണ്, ബഷീർ ഇബ്നു സഅദ് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലെ, അമറനല്ലാഹ്, അള്ളാഹു ഞങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു, അൻ നുസല്ലി അലൈക്ക്, നിങ്ങൾക്ക് സലാത്ത് ചെല്ലാൻ. അൻ നുസല്ലി അലൈക്ക്, നിങ്ങളുടെ മേൽ സലാത്ത് ചെല്ലുവാൻ. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ, ഇന്നല്ലാഹു മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. അവിടെ സല്ലു അലൈഹി, വിശ്വാസികളെ നിങ്ങൾ എന്ത് ചെയ്യണം? റസൂലുള്ളാഹിൻ്റെ പേരിൽ സലാത്ത് ചെല്ലണം. അത് കൽപ്പനയാണ്. അതാണ് അമറൻ അല്ലാഹ്, ഞങ്ങളോട് അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നു, അൻ നുസല്ലി അലൈക്ക്, നിങ്ങൾക്ക് സലാത്ത് നിർവഹിക്കുവാൻ, ഞങ്ങൾ നിങ്ങൾക്ക് സലാത്ത് നിർവഹിക്കുവാൻ കൽപ്പിച്ചിരിക്കുന്നു. ഫകൈഫ നുസല്ലി അലൈക്ക്, ഞങ്ങൾ എങ്ങനെയാണ് നിങ്ങൾക്ക് സലാത്ത് ചെല്ലുക? ഫസക്കത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൗനം ദീക്ഷിച്ചു. ഫസക്കത്ത്, തിരുനബി മൗനം ദീക്ഷിച്ചു. സുമ്മ ഖാൽ, പിന്നീട് പറഞ്ഞു, ഖൂലു, നിങ്ങൾ പറയുക. എന്താ പറയേണ്ടത്? അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സല്ലൈത അലാ ആലി ഇബ്രാഹിം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ ബാറക്ത അലാ ആലി ഇബ്രാഹിം ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. വസ്സലാം, സലാം കമാ അലിംതു, നിങ്ങൾ മനസ്സിലാക്കിയതുപോലെ. എങ്ങനെ സലാം? അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അപ്പോൾ സലാം കമാ അലിംതു, നിങ്ങൾ അറിഞ്ഞ് മനസ്സിലാക്കിയതുപോലെയാണ്. എന്നാൽ സലാത്ത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു. ഇത് ഇമാം മുസ്ലിമിൻ്റെ റിവായത്താണ്. സലാത്തിന് വേറെയും ലഫ്ദുകളുണ്ട്, വേറെയും രീതികളുണ്ട്. 7 രീതിയിൽ സലാത്ത് എന്ത് ചെയ്തിട്ടുണ്ട്? വന്നിട്ടുണ്ട്. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ ബാറക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. അവിടെ അല്ല, ഫിൽ ആലമീന വന്ന ലഫ്ദുകളുണ്ട്. ഫിൽ ആലമീന വന്ന ഒരു ലഫ് ഇതാണ്. ഇതിപ്പോൾ ഹദീസിൻ്റെ ലഫ്ദുകളിൽ വന്ന ഇപ്പോൾ 7ഓളം രീതിയിൽ സലാത്തിൻ്റെ ലഫ്ദുകൾ വന്നിട്ടുണ്ട്. ആ ലഫ്ദുകൾ നിസ്കാരത്തിൽ അതിൽ പരിമിതപ്പെടുക എന്നുള്ളതാണ് ഏറ്റവും കരണീയം. നിസ്കാരത്തിൽ അതിൽ പരിമിതപ്പെടുക. അതുകൊണ്ടാണ് ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ സയ്യിദാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്സംശയം സയ്യിദു ഉൽദി ആദം സന്തതികളുടെ സയ്യിദാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിലൊന്നും ഇഷ്കാലില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സയ്യിദുന വ ഹബീബുന. പക്ഷേ പണ്ഡിതന്മാർ പറഞ്ഞിട്ട് ആ സയ്യിദുന വരെ ഈ പഠിപ്പിച്ച ലഫ്ദിൽ കൊണ്ടുവരുന്നത് അഭികാമ്യമല്ല എന്നുള്ളത്. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദ് എന്നിവിടെ കൊണ്ടുവരുന്നത് അഭികാമ്യമല്ല. എന്തുകൊണ്ട്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതില്ലാതെയാണ് ഇത് പഠിപ്പിച്ചത്. അതുകൊണ്ട് അതേ രീതിയിൽ നിർവഹിക്കണം എന്നുള്ളതാണ്.
ഷാഫി മദ്ഹബിലെ തന്നെ പണ്ഡിതന്മാർ ആ ഒരു കണിശത പാലിക്കുകയും പറയുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ അതില്ലാത്ത തന്നെയാണ് സലാത്ത് ചൊല്ലേണ്ടത്, റസൂലുള്ള പഠിപ്പിച്ച സലാത്ത് എന്നുള്ളത്. അതേസമയം അർത്ഥത്തിൽ പിന്നെ പശകില്ലാത്ത രീതിയിൽ ഇപ്പോൾ സലാത്തിൻ്റെ ലഫ്ലുകൾ പിന്നെ പല രീതിയിലും പണ്ഡിതന്മാർ പറയാറുണ്ട്. അല്ലാഹുമ്മ സല്ലി അലാ പിന്നെ മുഹമ്മദിൻ ഫിൽ അവ്വലീൻ, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് ഫിൽ ആഖിരീൻ, ഇങ്ങനെയൊക്കെ ലഫ്ലുകൾ വേറെ കാണാൻ സാധിക്കും അർത്ഥത്തിൽ പശകില്ലാതെ. അത് ആ രീതിയിൽ സലാത്ത് നിർവഹിച്ചിട്ടുണ്ടെങ്കിൽ വിഷയമല്ല. നിസ്കാരത്തിലല്ല, നിസ്കാരത്തിന് പുറത്തുള്ള വിഷയമാണ് പറഞ്ഞത്. നിസ്കാരത്തിൽ എപ്പോഴും അഭികാമ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച പോലെയാണ്. ഇവിടെ കണ്ടോ ഈ സലാത്ത് പഠിപ്പിച്ച് ഇത് വസ്സലാമു കമ അലിംതും, സലാം നിങ്ങൾ മനസ്സിലാക്കിയതുപോലെയാണെന്ന് റസൂലുള്ള പറഞ്ഞു. അതാണ് റവാഹു മുസ്ലിം, ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത്. വസാദ ഇബ്നു ഖുസൈമ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തപ്പോൾ ഏറെ കൊണ്ടുവന്ന് ഫിഹി, ഇബ്നു ഖുസൈമയുടെ റിവായത്തിൽ ഉണ്ട്, ഫകൈഫ നുസല്ലി അലൈക ഇദാ നഹ്നു സല്ലൈന അലൈക ഫി സലാത്തിന. റസൂലുള്ളാഹിനോട് ചോദിക്കണം സഹാബത്ത്, ഫകൈഫ നുസല്ലി അലൈക, നിങ്ങളുടെ മേൽ ഞങ്ങൾ എങ്ങനെ സലാത്ത് ചൊല്ലും, ഇദാ നഹ്നു സല്ലൈന, ഞങ്ങൾ സലാത്ത് നിർവഹിച്ചാൽ, അലൈക നിങ്ങളുടെ മേൽ, ഫി സലാത്തിന ഞങ്ങളുടെ നമസ്കാരങ്ങളിൽ. അപ്പോൾ ഞങ്ങളുടെ നമസ്കാരത്തിൽ നിങ്ങൾക്ക് ഞങ്ങൾ സലാത്ത് ചൊല്ലിയാൽ, ഫകൈഫ നുസല്ലി അലൈക, നിങ്ങൾക്ക് ഞങ്ങൾ അങ്ങനെ സലാത്ത് ചൊല്ലും എന്നാണ് ചോദിച്ചത് സഹാബത്ത്. അപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്ത് ഈ സലാത്ത് പഠിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് പഠിപ്പിച്ചോ അതേപോലെയാണ് നിർവഹിക്കേണ്ടത് എന്നത് പണ്ഡിതന്മാർ അതിൽ കണിശായിട്ട് പറഞ്ഞിട്ടുണ്ട്. സലാത്ത് എന്താ? സലാത്ത് ദുആയാണ്. അല്ലേ? സലാത്ത് പറഞ്ഞാൽ ദുആയാണ്. ഈ ഇവിടെ ഉദ്ദേശിക്കുന്ന സലാത്ത് അത് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രശംസിക്കുവാൻ, മലക്കുകളോട് പുകഴ്ത്തി പറയുവാൻ നമ്മൾ അള്ളാഹുവിനോട് നിർവഹിക്കുന്ന തേട്ടാണ്, അള്ളാഹുവിനോട് നിർവഹിക്കുന്ന ദുആയാണ് സലാത്ത്. അള്ളാഹു എന്ത് ചെയ്യും? അത്യുന്നതങ്ങളിൽ അവൻ്റെ ദാസന്മാരെ പ്രശംസിച്ച് പറയും, പുകഴ്ത്തി പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും പുകഴ്ത്തി പറയും. ആ പുകഴ്ത്തി പറയലിനെ അത് നിത്യമാക്കുവാൻ, അത് വർദ്ധിപ്പിക്കുവാൻ ഉള്ള അപേക്ഷയാണ്, ദുആയാണ് സലാത്ത്. ഇതാണ് ഇപ്പോൾ അതിലുള്ളത്. ഇനി ഇൻഷാ അല്ലാഹ് പിന്നെ ഈ തശഹുദിലെ ദുആകളാണ്. അത് പല ദുആകളും ഇൻഷാ അല്ലാഹ് അത് ഇനി ഇബ്നു ഹജർ തുടർത്തി കൊടുക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അത് അടുത്ത ആഴ്ചയിലെ ക്ലാസ്സിൽ നമുക്ക് മനസ്സിലാക്കാം ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും.